മക്കളെ, അപ്പം നമ്മുടെ SSLC ബയോളജി ഓണം എക്സാമിന് നമ്മളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് ഡയഗ്രാംസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 2 ചാപ്റ്റേഴ്സിലെ എല്ലാ ഡയഗ്രാംസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്കൊന്നെങ്കിൽ 2x അടിച്ചിട്ട് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തേതാണ് ഈ ഒരു ഫോട്ടോ 51. ഇവിടെ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ആരാണ് ഈ ഒരു ഫോട്ടോ, ഇത് ഡയഗ്രാം തന്നിട്ട് ഈ പിക്ചർ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാം. ഫോട്ടോ 51 ആണ്. ആരാണ് ക്യാപ്ചർ ചെയ്തത്? നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കൂടിയാണ് ഈ ഒരു DNA എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് പിക്ചർ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തതാണ് DNA സ്ട്രക്ചർ. നമ്മുടെ DNA ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലപ്പോൾ വരയ്ക്കാൻ ചാൻസ് ഉള്ളതാണ്. വരയ്ക്കാൻ വരാനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്താൽ മതി. മിസ് അതിൻ്റെ വീഡിയോ എടുത്തു തരുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബോണ്ടിങ് ആണ്, നൈട്രജൻ ബേസിസിൻ്റെ ബോണ്ടിങ്. ഇതിൽ ഗ്വാനിൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിനും എഡനിൻ എപ്പോഴും ഡബിൾ ബോണ്ട് വിത്ത് തൈമിനും ആയിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ DNA ബാക്ക് ബോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗറും ഫോസ്ഫേറ്റും ആണ്. റങ്സ് അല്ലെങ്കിൽ പടികൾ ഫോം ചെയ്യുന്നത് ഈ നൈട്രജൻ ബേസുകളാണ്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. പിന്നെ ഈ ഒരു സ്ട്രക്ചർ ഇത് മക്കളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. ഇത് നമ്മുടെ ഷുഗർ ആണ്. അത് DNA ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗറും RNA ആണെങ്കിൽ വെറും റൈബോ ഷുഗറാണ്. പിന്നെ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചോദിക്കാറുണ്ട്, അതിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താ? തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. പിന്നെ അടുത്തതാണ് നമ്മുടെ DNA ഈ ഒരു പാക്കേജിങ്. DNA പാക്കേജിങ്ങിൽ ഇത് എന്താണ്? ഇത് നമ്മളൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. പക്ഷെ ഇത് 8 എണ്ണം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ കൂടെ DNA ഇങ്ങനെ ഒരു വൈൻഡിങ് എടുത്തു കഴിഞ്ഞാൽ, ഒരു തവണ അതിനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോസോം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് നമ്മുടെ ക്രോമസോം. അപ്പോൾ DNA ഇങ്ങനെ നമ്മളെ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ ചുറ്റി അതിനെ വീണ്ടും കോയിൽ ചെയ്തു, വീണ്ടും റീകോയിൽ ഇതാണ് ന്യൂക്ലിയോസോംസ് ഉണ്ടാവുക. ഈ ന്യൂക്ലിയോസോംസിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് വഴിയാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ ക്രോമസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പം ആദ്യം ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു, ന്യൂക്ലിയോസോം ഉണ്ടാവുന്നു. ഈ ന്യൂക്ലിയോസോമിന്റെ കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് എന്തിന് കാരണമാവുന്നു? ക്രോമസോം ഉണ്ടാവാൻ. പക്ഷെ ഇവിടെ ചോദിക്കുന്നതാ ഈ 2 ആൾക്കാർ എന്താണ്? അത് ക്രോമാറ്റിഡ് ആണ്. ഈ സെന്ററിലുള്ള കൺസ്ട്രക്ഷൻ എന്താണ്? നമ്മുടെ സെൻട്രോമിയർ ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ സെക്സ് ക്രോമസോം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ ഏതാണ് മെയിലിൻ്റെത്, അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ഫീമെയിൽസിൻ്റെ എന്ന് ചോദിക്കും. ഇവിടെ നമ്മുടെ XY എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മെയിലിൻ്റെയാണ്. ഇതിൽ ഈ 2 XX കാണുന്നത് നമ്മുടെ ഫീമെയിലിൻ്റെയാണ്. ആൻഡ് ഇത് ഏതാണ്? ഇത് നമ്മുടെ Y ക്രോമസോം ആണ്. ചെറിയ ക്രോമസോം Y ക്രോമസോം ആണ്. ഇതിലെ തന്നെ ഒരു ജീൻ ടെസ്റ്റീസിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. അത് ഏത് ജീനാണെന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ജീനിന്റെ ആക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇത് ഏതൊക്കെയാണ് സ്റ്റേജസ്? ഈ സ്റ്റേജ് 1 അതുപോലെ സ്റ്റേജ് 2 എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പൊ സ്റ്റേജ് 1 ട്രാൻസ്ക്രിപ്ഷൻ, DNA RNA ആയിട്ട് മാറുന്നത്, RNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന ട്രാൻസ്ലേഷൻ. അതിൽ തന്നെ നമുക്ക് ഈ mRNA ചോദിക്കാം, DNA ചോദിക്കാം. അതേപോലെ തന്നെ ഈ ഒരു മോളിക്യൂൾ ഇതെന്താണ്? ഇത് അമിനോ ആസിഡിനെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ tRNA, ഇത് നമ്മുടെ റൈബോസോം. ഇതിൽ ഏതൊരു സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം കേട്ടോ. ദെൻ അടുത്തത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഇത് ഏത്, ഇതിന്റെ ഫംഗ്ഷൻ എന്ത്. mRNA എന്താ ചെയ്യുക? DNA മെസ്സേജ് ക്യാരി ചെയ്ത് വരുന്ന മെസ്സഞ്ചർ RNA. ആൻഡ് ഇതെന്താണ്? ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA. നമ്മുടെ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഇതെന്താണ്? റൈബോസോമൽ RNA. നമ്മുടെ അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബോണ്ടുകൾ നിർമ്മിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിൽ ഇത് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് തരാം. അപ്പൊ ഇതിലിവിടെ എന്താണ് വരിക? ഇവിടെ എന്താണ് വരിക? ഇവിടെ എന്താണ് വരിക? ആൻഡ് ഇതെന്താണ് വരിക? ഇതിന്റെ ഫീനോടൈപ്പ് എന്ത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ കണ്ടു ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഇവിടെ എന്താണെങ്കിൽ എന്താ വരിക? ഇവിടെ ഒരു ക്യാപിറ്റൽ ടിയും ഇവിടെ ഒരു സ്മോൾ ടിയും. ആൻഡ് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആൻഡ് ഇവിടെ എന്താണ് വരിക? ഇതും ടോളാണ്, ഇതും ടോളാണ്, ഇത് ഡ്വാഫാണ്. ഇതേ രീതിയിൽ നമുക്ക് ഈ ക്രോസും അതേപോലെ തന്നെ മെന്റലിന്റെ ഡൈ ഹൈബ്രിഡ് ക്രോസും കണ്ടോ. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഫീനോടൈപ്പ് ആണ്. ഇതിന്റെ ഫീനോടൈപ്പ് എന്താ? ടോളും അതേപോലെ തന്നെ റൗണ്ട് സീഡും. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡാണ്.
ഓക്കെ. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ ഇവരുടെ ഗ്യാമേറ്റ്സുകൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രോസ് വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നോക്കി വെക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് നമ്മുടെ ക്രോസിംഗ് ഓവർ. ഈ ക്രോസിംഗ് ഓവർ ഈ ഒരു പിക്ചർ തന്നിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാം ഏതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് ചോദിക്കാം. ആൻഡ് അതേപോലെ ഈ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എന്താണ്? അത് കയസ്മയാണ്. അതെന്താണ്? ആ ഒരു ആംസ് ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ്. ഇനി ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് വേരിയേഷൻ ഉണ്ടാക്കുന്നതിൽ? അതും ചോദിക്കാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ എവല്യൂഷൻ്റെ ചാപ്റ്ററിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഇതിലെന്താണ്, ഇവിടെ എന്താണ് വരിക, ഇവിടെ എന്താണ് വരിക, ഇതൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു കിങ്ഡംസിൻ്റെ ഒക്കെ കറക്റ്റ് ഓർഡറിൽ മനസ്സിലാക്കണം. ഏതാണ് യൂക്കാരിയ, ഏതാണ് ബാക്ടീരിയ, ആർക്കി, ഈ ഡൊമെയിൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ ഈ ഒരാൾ, ഇത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടു പോകുന്നതാണ് അല്ലേ. ഇതിൽ ഇതാണ് നമ്മുടെ ബീറ്റ ചെയിൻസ് ആണ്, ഇത് നമ്മുടെ ആൽഫ ചെയിൻസ് ആണ്. ഈ ബീറ്റ ചെയിൻസിന്റെ ഹീമോഗ്ലോബിന്റെ പാറ്റേൺ ആണ് നമ്മൾ മനുഷ്യന്മാരുടെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് സിമിലാരിറ്റിന്റെ ബേസിൽ നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് നമ്മുടെ ചിമ്പാൻസിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ഈ ഒരു സാധനം നമ്മുടെ പ്രൈമേറ്റ്സിന്റെ ആ ഒരു എവല്യൂഷൻ, അതിൽ ആദ്യം പ്രൈമേറ്റ്സ്, അതിൽ നിന്നൊരു ഗ്രൂപ്പ് നമ്മുടെ ആന്ത്രോപോയിഡേ, അതിൽ നിന്ന് 2 ഗ്രൂപ്പ് ഹൊമിനോയിഡേ, അതേപോലെ സെർക്കോപിത്തിക്കോയിഡേ. സെർക്കോപിത്തിക്കോയിഡയിൽ ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ നമ്മുടെ മങ്കി, ബാക്കിയുള്ളവരത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടി പറയും. അപ്പം മിസ് ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. നമ്മുടെ ഗിബ്ബൺ എവിടെ പോയി? ഗിബ്ബൺ ഉറങ്ങാൻ പോയി. അപ്പോൾ ഉറങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ ഗോ അല്ലേ. അപ്പൊ ഗിബ്ബൺ ഉറങ്ങാൻ, ഒറാങ്ങുട്ടാൻ, ഗോ എന്ന് പറഞ്ഞാൽ ഗൊറില്ല. പിന്നെ ചിമ്പാൻസിയും മാനും മാത്രമേ ഉള്ളൂ. ചിമ്പാൻസിയാണ് നമ്മളുടെ ഏറ്റവും അടുത്ത്. അപ്പൊ ചിമ്പാൻസിയും ഹ്യൂമണും. ഓക്കെ. അപ്പൊ ഇത് ഓർഡറിൽ എഴുതാനും അതുപോലെ ഈ ഹൊമിനോയിഡിയുടെ സെർക്കോപിത്തിക്കോയിഡിയുടെ ഒക്കെ ഫീച്ചേഴ്സ് എഴുതാനും ചോദിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാൻ ചോദിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് ഓരോന്നും തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നമ്മുടെ സെൽ ബോഡി, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇത് നമ്മുടെ സിലബസിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ ഏതാണ്? നമ്മുടെ ന്യൂറോ ഗ്ലയൽ സെൽസ് അല്ലേ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് പകുതിയിലും കൂടുതലുള്ളത് ഈ ഗ്ലയൽ സെൽസ് ആണ്, ന്യൂറോ ഗ്ലയൽ സെൽസ് ആണ്. അതിൽ ഓരോന്നും എന്താണ്? എപ്പിൻഡൈമൽ സെൽസ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോ ഗ്ലയൽ സെൽസ്, ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ്സ്, ഇവരെ കുറിച്ച് അറിയണം. പിന്നെ നമ്മുടെ മൈലിൻ ഷീത്ത്, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കും. ആൻഡ് നമ്മുടെ ഇത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രൊട്ടക്ഷൻ. അതിൽ ഈ ലെയർ ഏതാണ്? 3 ലെയേഴ്സ് മെനിഞ്ചസ്, ആൻഡ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഫ്ലൂയിഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ 2 സ്ട്രക്ചേഴ്സ് ആണ്, ഒന്ന് ന്യൂറോണും മറ്റൊന്ന് ബ്രെയിനും. അപ്പോൾ ഇതിൽ ഏതാണ് ഭാഗങ്ങളെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. നമ്മുടെ സെറിബ്രം, അതുപോലെ നമ്മുടെ സെറിബെല്ലം. ഓക്കെ. നമ്മുടെ സെറിബെല്ലം, പിന്നെ നമ്മുടെ തലാമസ് ഉണ്ട്. ദെൻ നമ്മുടെ ഹൈപ്പോ തലാമസ് ഉണ്ട്. പിന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ പോൺസ്, ദെൻ മെഡുല്ല. ഇതിൽ നമ്മുടെ മിഡ് ബ്രെയിനും പോൺസും മെഡുല്ലയും കൂടെ ചേരുന്നതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം. ഈ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതിൻ്റെ ഫങ്ഷൻസ് അടക്കം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മുടെ സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിൻ്റെ 2 റൂട്ടുകൾ, അതായത് ഈ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും, അത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഡോർസൽ റൂട്ടിലൂടെയാണ് നമ്മുടെ സെൻസറി ഇമ്പൾസസ് ട്രാവൽ ചെയ്യുക, വെൻട്രൽ റൂട്ടിലൂടെയാണ് മോട്ടോർ ഇമ്പൾസസ് പോവുക. ആൻഡ് ഈ സെൻട്രൽ കനാലിൻ്റെ പ്രത്യേകത എന്ത്? അവിടെയാണ് നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഒക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്രം ആണ്, എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളിതാ ഇത് ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ മെംബ്രെയിൻ്റെ കാര്യമൊക്കെ ഈ തവണ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ അത് ചോദിക്കാൻ നമുക്ക് വളരെയധികം സാധ്യതയുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പേര് ചോദിക്കാം. എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്? ഒരു സ്മോൾ ഗ്യാപ്പാണ്. പിന്നെ നമ്മുടെ സിനാപ്റ്റിക് നോബിലാണ് എന്തുള്ളത്? സിനാപ്റ്റിക് വെസിക്കിൾ, അതിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ആൻഡ് ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രം ഇമ്പൾസസ് ഫ്ലോ ചെയ്യുന്നത്? അതായത് സിനാപ്റ്റിക് നോബിൽ നിന്ന് എന്തുകൊണ്ടാണ് ഡെൻഡ്രൈറ്റിലേക്ക് മാത്രം പോകുന്നത്? തിരിച്ച് എന്തുകൊണ്ട് വരുന്നില്ല? കാരണം സിനാപ്റ്റിക് നോബിലാണ് സിനാപ്റ്റിക് വെസിക്കിൾ ഉള്ളത്. അതിനെ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഡെൻഡ്രൈറ്റിലാണുള്ളത്, തിരിച്ചല്ല. ഓക്കെ. അതേപോലെ സിനാപ്സിന്റെ മറ്റൊരു ഫംഗ്ഷൻ സ്പീഡ് ഓഫ് ഇമ്പൾസസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ദെൻ നമ്മളുടെ ആ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള നമുക്ക് ടൈപ്സ് ഓഫ് നെർവ്സ് ചോദിക്കാം. അതിൽ നമുക്ക് സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട് അല്ലെ. 3 ടൈപ്പ് ന്യൂറോൺസ് ഉണ്ട്.
3 ടൈപ്പ് ന്യൂറോൺസ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് നെർവ്സും ഡിഫറെന്റ് ആണ് അല്ലേ. സെൻസറി നെർവ് ഉണ്ട്, മോട്ടോർ നെർവ് ഉണ്ട്, മിക്സഡ് നെർവ് ഉണ്ട്. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം ഇവരുടെ ഫംഗ്ഷൻ. സെൻസറി നെർവ് എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഓർഗൻ അല്ലെങ്കിൽ റിസപ്റ്ററിൽ നിന്ന് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരും. മോട്ടോർ നെർവ് എന്താ ചെയ്യുക? നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് തിരികെ നമ്മുടെ ഓർഗൻസിലേക്ക് ഇമ്പൾസസ് കൊണ്ടുവരും. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മളത് അടുത്തത് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷന്റെ ഈ ഓരോ ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇതിന്റെ പാത്വേ ചോദിക്കാം. അപ്പോൾ ആദ്യം സ്റ്റിമുലസ്, റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മസിൽ. ആ ഒരു റിഫ്ലെക്സ് ആർക്ക് ചോദിക്കാം? ഈ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 2 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് എല്ലാം എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചാനലിലുള്ള ലൈവുകൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നുണ്ട്, അതും കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം.